എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ ഹോം സ്റ്റേ ആണ് കേട്ടോ. ലക്ഷദ്വീപിലുണ്ടായിരുന്ന ഹോം സ്റ്റേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആളുകൾക്കൊക്കെ സംശയം ഉണ്ടാവും ഹോം സ്റ്റേ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ദൂരെ കാണുന്ന കടലാണ് കേട്ടോ. വൈറ്റ് കളറിൽ കാണുന്നില്ലേ അവിടെ, ദൂരേക്ക് വെളിച്ചം തട്ടിയിട്ടാണ്. അപ്പോൾ അത് സിറ്റ് ഔട്ടാണ്. അവിടുത്തെ മുകളിലാണ് നമ്മുടെ 4 മുറികളുള്ളത്. അപ്പോൾ സ്റ്റെയർ കേസ് കയറണം എന്നുള്ളൊരു പ്രയാസമുണ്ട്. താഴെയും ഇതുപോലെ മറ്റ് വീടുകളിൽ റൂംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റെയർ കേസ് കയറാൻ പറ്റാത്തവർക്ക് അങ്ങനെയുള്ള റൂംസും അവർ അലോട്ട് ചെയ്യും. അതാണ്. അപ്പോൾ ഇവരിവിടെ കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട്. 2 പൂച്ചകളുണ്ട്, സയാമീസ് മറ്റേ പൂച്ചകളില്ലേ, നിറയെ രോമങ്ങളൊക്കെ ഉള്ള പൂച്ച, അതുണ്ട്. അങ്ങനെ താഴെ അവർ താമസിക്കുന്നു. മുകളിൽ 4 റൂം ഇങ്ങനെ റെൻറ്റിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ ഇവിടെ കിച്ചണൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കാപ്പിയോ ചായയോ ഒക്കെ ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ റൂംസ് ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതാണ് ഒരു റൂം കേട്ടോ. ഇതൊരു റൂമാണ്. ഇത് റൂം നമ്പർ 3 ആണ് കേട്ടോ. 4 റൂമാണ് ആകെ ഉള്ളത്. ബാക്കി റൂംസും കൂടെ കാണിക്കാം. ഇതിൽ AC ഉണ്ട്. AC ഉള്ള റൂമാണ്. AC നമ്മൾ എടുക്കുകയാണെങ്കിൽ ചാർജ് കൂടും കേട്ടോ. അല്ലെങ്കിൽ 600 രൂപയാണ് റൂമിന് റെൻറ്റ്. AC കൂടെ എടുക്കുകയാണെങ്കിൽ 1200 എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമ്മൾ നമ്മുടെ ടൂർ ഓപ്പറേറ്ററോട് ചോദിച്ചിട്ടാണ് നമ്മൾ എല്ലാം തീരുമാനിച്ച് കൊടുക്കുന്നത്. അപ്പോൾ 1200 എന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഇതടുത്ത റൂമാണ്. ഇതിൽ AC ഇല്ല, പക്ഷേ കർട്ടനും ഒക്കെ ഉണ്ട്. ഇതിനകത്തൊക്കെ ഒരു ഡ്രസ്സിങ്ങിന് വേറൊരു ഏരിയ ഒക്കെ തിരിച്ച് കർട്ടനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ വീട്ടിലെ റൂം പോലെ തന്നെയുള്ള റൂംസാണ്. ഷെൽഫുണ്ട് ഉള്ളിൽ. ഷെൽഫിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ലോക്കറുണ്ട്, നമുക്ക് വാല്യുബിൾസൊക്കെ വെക്കാനുള്ള സൗകര്യത്തിന്. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാ റൂമിലും ഉണ്ട്. ഇത്രയാണ് സൗകര്യങ്ങൾ. ഒരുപാട് പോഷായിട്ടുള്ള സൗകര്യങ്ങളില്ല, എങ്കിലും നമുക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. വാഷ് ബേസിൻ എല്ലാ സംഗതിയും ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്. 2 റൂമിന് ഒരു ഡൈനിങ് ടേബിൾ നല്ല ക്രമത്തിൽ ഡൈനിങ് ടേബിളുണ്ട്. ഇവിടെ ഞങ്ങൾ രാവിലെ എല്ലാവരും കൂടെ ചായ കുടിക്കും. കട്ടൻ ചായയാണ് കേട്ടോ. പാലുണ്ടാവില്ല അവിടെ. പശു ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ നമുക്ക് പാലില്ല. വീട്ടിൽ ഓരോരുത്തർ വളർത്തുന്ന പശുവാണ്. അപ്പോൾ നമുക്ക് പാലൊന്നുമില്ല, കട്ടൻ ചായയാണ് കുടിക്കുക. അപ്പോൾ ഞങ്ങൾ രാവിലെ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഇവിടെ കട്ടൻ ചായ കുടിച്ച് എല്ലാവരും കുറേശ്ശെ സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഞങ്ങൾ ഷെയർ ചെയ്ത് ഇവിടുന്ന് രാവിലെ ചായ കുടിക്കും. അതുപോലെ വൈകുന്നേരവും ഉണ്ട് ഇതുപോലെ ഒരു ചായ ഞങ്ങൾ ഉണ്ടാക്കും. കുട്ടികൾ അവിടെ വത്സലയും മിനിയും അതുപോലെ സിജിയൊക്കെ അവിടെ ഇരുന്ന് ചായ ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് സിജി കേട്ടോ. അപ്പോൾ വത്സലയുടെ കുടുംബക്കാരാണ് മിക്കവാറും കൂടെ ഉള്ളത്, വത്സല ടീച്ചറുടെ. അപ്പോൾ അവരടുക്കളയിൽ തിരക്കിട്ട് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സിജി ടീച്ചർ കേട്ടോ. അപ്പോൾ അവിടെ ചായ ഉണ്ടാക്കുന്ന തിരക്കാണ്. ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് സൊറ പറഞ്ഞിരുന്ന് അങ്ങനെ നല്ല രസമായിരുന്നു. ശരിക്കും ഒരു കുടുംബം പോലെ നമ്മൾ ആവുകയാണ് അവിടെ ചെല്ലുമ്പോഴേ. നല്ല രസമായിരുന്നു. അപ്പോൾ ഹോം സ്റ്റേ എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു ആകാംക്ഷയൊക്കെ ഉണ്ടാവുമല്ലോ ആൾക്കാർക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നല്ലൊരു കിച്ചണുണ്ട് അവിടെ. ഒരു ചായപ്പൊടി, പഞ്ചസാര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കാപ്പിപ്പൊടിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, സ്റ്റൗ ഉണ്ട്. പിന്നെ നമുക്ക് ഒരു കെറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വെള്ളം ചൂടാക്കാനും കുളിക്കാനൊക്കെ നമ്മൾ വെള്ളം ചൂടാക്കി കൊണ്ടുപോകണം കേട്ടോ. റൂമിൽ ചൂടുവെള്ളം കിട്ടില്ല, നമ്മൾ കെറ്റിലിൽ ചൂടാക്കി കൊണ്ടുപോകുമായിരുന്നു ചെയ്തത്. അപ്പോൾ ഇത് അടുത്ത റൂം, ഇത് ഞങ്ങളുടെ റൂമാണ് കേട്ടോ. ഇതിലും AC ഉണ്ട്, ഒരു ഷെൽഫുണ്ട്. പിന്നെ ഞങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പോകാനുള്ള പുറപ്പാടാണ് കേട്ടോ, തിരിച്ചു പോകാനുള്ള പുറപ്പാടാണ്. അപ്പോഴാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഒരു ടേബിള്, പിന്നെ ഒരു ഷെൽഫ്, അതിനുള്ളിൽ ലോക്കറുണ്ട്. പിന്നെ ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം ഇങ്ങനെയാണ് കേട്ടോ, നോക്കിക്കോളൂ. ടൈലൊക്കെ ഇട്ട് നല്ല വൃത്തിയുള്ള ബാത്റൂമാണ്, ക്ലീനാണ്. ഇങ്ങനെ ഒരു ബാത്റൂം, വാഷ് ബേസിൻ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അവിടുത്തെ ഒരു ഹോം സ്റ്റേ. അപ്പോൾ ഇന്ന് എല്ലാവരും പാക്ക് ചെയ്തിട്ട് ഇറങ്ങാൻ നോക്കുകയാണ്. ഞങ്ങൾ ഇന്നത്തെ ഫ്ലൈറ്റിന് ബുക്ക് ചെയ്തതാണ്. അപ്പോൾ ഇറങ്ങാൻ നോക്കുമ്പോഴാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോൾ ഇവിടെ പുറത്ത് ഇങ്ങനെ തുണിയൊക്കെ ഇടാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. ഇവിടെ പണി ഇനിയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ പാരപ്പറ്റൊന്നും കെട്ടിയിട്ടില്ല.
അവിടെ ഒരു സ്ക്രീൻ പോലെ വെച്ചിട്ട് മറച്ചതാണ്. കാരണം അവിടെ സ്റ്റെയർ കേസ് ഉണ്ട്. അവർ മുകളിലേക്ക് ഇനിയും പണിയെടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മുകളിലേക്ക് റൂംസ് എടുത്താൽ ഇവർക്ക് നല്ലൊരു വരുമാനമാണല്ലോ, അതുകൊണ്ട് ഒരു മുകളിലേക്ക് റൂംസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ചുറ്റുപാട് കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ്, കടൽ തീരത്ത് തന്നെയാണ് ഇത്. റോഡ് ഉള്ളിൽ കൂടെയുള്ള റോഡാണിത്. കണ്ടില്ലേ, കടലും ഇതായിട്ട് അത്രയും അടുത്താണ്. പക്ഷേ ഇവിടെ വെള്ളപ്പൊക്കമൊന്നും ഉണ്ടാവാറില്ല എന്ന് പറഞ്ഞു. ഡ്രെയിനേജൊക്കെ നന്നായിട്ട് കടലിലേക്ക് അങ്ങ് ഒഴുകി പോകുമല്ലോ, അപ്പോൾ ഒരു തടസ്സങ്ങളും നേരിടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല. അപ്പോൾ സൺസെറ്റ് ശരിക്കും നമുക്ക് മുഴുവനായിട്ട് കാണാൻ പറ്റിയില്ല. സൺസെറ്റാണ് കേട്ടോ. അപ്പോൾ വെറുതെ അതിൻ്റെ ഫോട്ടോ ഒന്ന് എടുത്തതാണ് ഞാൻ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഹോം സ്റ്റേ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണാം. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആ തീരത്തോട് ഇങ്ങനെ നടന്നു കുറച്ച് സമയം. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങൾ 8 പേരുണ്ട് നമ്മുടെ ഇവിടെ താമസിച്ചവർ. അപ്പോൾ കണ്ടില്ലേ, ആടൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ഈ കപ്പലിൻ്റെയൊക്കെ പാർട്സൊക്കെ അവിടെയും ഇവിടെ ഇട്ടത് കാണാം അലക്ഷ്യമായിട്ട്. പിന്നെ ഇങ്ങനെ ചെറിയ വേലി കൊണ്ട് മറിച്ചിട്ടൊക്കെയാണ് അവരുടെ വീടുകളുള്ളത്. കുഞ്ഞു കുഞ്ഞു വീടുകളുണ്ട് ഒരുപാട്. കണ്ടില്ലേ, ടയറൊക്കെ കണ്ടില്ലേ, JCBയുടെ ടയറാണെന്ന് തോന്നുന്നു അവിടെ വെച്ചിരിക്കുന്നത്. വേസ്റ്റായിട്ടുള്ള ടയറാണെന്ന് തോന്നുന്നു. ഇതവർ ബോട്ടൊക്കെ അടുക്കാതിരിക്കാൻ വേണ്ടി തീരത്ത് തൂക്കിയിടും. അപ്പോൾ ബോട്ട് തട്ടിയാലും അപകടം പറ്റില്ല, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനടുത്ത് തന്നെ ഒരു പോർട്ട് ഉണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പോർട്ടുണ്ട്. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഇവിടെ കുറേ JCBയും അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഉണ്ട്, ട്രാക്ടർ പോലെയുള്ള വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോർട്ട് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ പോർട്ടിലൊരു ഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ പാലത്തിലൂടെ അങ്ങ് നടക്കണം. വലിയ ചെക്കിംഗ് ഒന്നുമില്ല, കാരണം നമ്മൾ ടൂറിസ്റ്റാണെന്ന് അറിയാമല്ലോ, അതുകൊണ്ട് വലിയ ചെക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളവിടെ പെർമിഷൻ ചോദിച്ചു, കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഇതാണ് ഷിപ്പ് കേട്ടോ. കുഞ്ഞ് ഷിപ്പാണ്, കുഞ്ഞ് ബോട്ട് തന്നെ. ഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല, അത്രയും ചെറിയതാണ്. അപ്പോൾ അത് ഇതിനോട് അടുക്കാതിരിക്കാൻ കണ്ടില്ലേ, ടയർ കെട്ടിയിട്ട് വലിയ സിലിണ്ടറിൻ്റെ മുകളിൽ ടയർ കെട്ടി വെച്ചിട്ടുണ്ട്. ബോട്ടിന് തകരാറ് വരില്ല, അതിന് വേണ്ടിയിട്ട്. പിന്നെ അവിടെ JCB ഒക്കെ നിർത്തിയിട്ടുണ്ട്, ക്രെയിൻ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ് അവിടുത്തെ ആൾക്കാർ കേട്ടോ. ഞങ്ങളോട് കയറിക്കൊള്ളാനൊക്കെ പറഞ്ഞു. ബോട്ടിൽ ഞങ്ങൾ കയറിയില്ല, പക്ഷേ JCBയിൽ കയറി സ്റ്റാർട്ടാക്കിക്കോന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവർ. ഞങ്ങൾ JCBയിൽ കയറി എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ഇതിൻ്റെ ചുറ്റുപാട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ കണ്ടു, ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. ഇതൊരു ആമയാണ് കേട്ടോ, കടലാമ.